ആണ് നമ്മൾ പലപ്പോഴും ചെയ്യാത്തതുമായ ഒരു കാര്യമാണ് കുളി എന്ന് പറയുന്ന ദിവസം അല്ല 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ആയാലും വജൈനൽ ഫ്ലൂയിഡ്സ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി ഏനൽ റീജിയനിലായിരിക്കും. അപ്പോൾ അവിടെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിനെയൊക്കെ നമ്മൾ തുടച്ചുകൊണ്ട് നമ്മുടെ വജൈനൽ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 10 ഇന്റിമേറ്റ് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഗുലർ ബാത്തിങ് ആണ്. നമ്മൾ പലപ്പോഴും ചെയ്യാത്തതുമായ ഒരു കാര്യമാണ് കുളി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനായാലും തലയൊക്കെ ഞാൻ 1-2 ദിവസം കൂടുമ്പോഴേക്കായിരിക്കും ഞാൻ തല നനയ്ക്കാറുള്ളത്. പക്ഷെ നമ്മൾ ബോഡി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, വാഷ് ചെയ്യണം. ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, മെയിനായിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ. അപ്പോൾ നിങ്ങൾ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ്, ഡ്രൈനസ് ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പ്രൈവറ്റ് പാർട്ടിലൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പ്രോപ്പർ ക്ലീനിങ്. നമ്മളെപ്പോഴും നമ്മുടെ പ്യൂബിക് പാർട്ട് അല്ലെങ്കിൽ വജൈനൽ ഏരിയ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്യൂബിക് പാർട്ട്, വജൈനൽ പാർട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ഫ്രാഗ്രൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില കെമിക്കൽസ് നമുക്ക് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും, ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അവോയ്ഡ് ഡൗച്ചിങ്. ഡൗച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത് ചെയ്യത്തില്ലേ, എന്താ ഹാൻഡ് ഷവർ ചെയ്യത്തില്ലേ. ഹാൻഡ് ഷവർ എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന ഷവറല്ല, അല്ലാണ്ട് നമ്മൾ ഈ ചുമരും മേലൊക്കെ ഭിത്തിയിലൊക്കെ വെച്ചേക്കുന്ന ഹാൻഡ് ഷവറില്ല. അതിന് വേറെന്തോ പേര് പറയും, എന്താ ഫോർസെപ്സോ മറ്റു സാധനം അല്ലേ, എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്തോ ഒരു പേര് അതിന് പറയും. കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു തൽക്കാലം ഞാൻ ഹാൻഡ് ഷവർ എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലോ ആ ഒരു സാധനം എന്താ. ആ ഒരു ഹാൻഡ് ഷവർ വെച്ചിട്ട് നിങ്ങൾ ഒത്തിരി പ്രഷർ കൊടുത്തിട്ട് വാഷ് ചെയ്യരുത്. വെള്ളം ഒരുപാട് സ്പീഡ് കൂട്ടി വെക്കരുത്. സ്പീഡ് കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ അത് ഒത്തിരി ഡാമേജ് ആണ് നമ്മുടെ വജൈനൽ പാർട്ടിൽ. കാരണം നമ്മുടെ വജൈനൽ ഏരിയാസിൽ കുറച്ച് നല്ല നോർമൽ ഫ്ലോറാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി പ്രഷറിൽ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ നോർമൽ ഫ്ലോറാസ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ വജൈനൽ ഏരിയയിലെ pH മാറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡൗച്ചിങ് ചെയ്യരുത്. ഒത്തിരി ദോഷമാണ് കേട്ടോ, ഒത്തിരി ഡാമേജ് ഉണ്ടാവും നമ്മുടെ പ്യൂബിക് പാർട്ടിൽ. അതുകൊണ്ട് നിങ്ങൾ ഡൗച്ചിങ് അവോയ്ഡ് ചെയ്യണം കേട്ടോ. അടുത്തെന്ന് പറയുമ്പോൾ വൈപ്പ് കറക്റ്റ്ലി. നമ്മളെപ്പോൾ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ വാഷ് ചെയ്താലും, അതായത് ഈ വജൈനൽ ഏരിയ, പ്യൂബിക് പാർട്ടൊക്കെ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ആ ഒരു പാർട്ട് നമ്മൾ ഡ്രൈ ആക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ക്ലോത്ത് നിങ്ങൾ മാറ്റി വെക്കുക, നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മളവിടെ എപ്പോഴും ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ യൂറിനേഷന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ആയാലും വജൈനൽ ഫ്ലൂയിഡ്സ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതൊരിക്കലും നിങ്ങൾ മറക്കരുത്, ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വജൈനൽ പാർട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങൾ ഈ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും ഫ്രണ്ട് ടു ബാക്ക് അങ്ങനെ വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ വജൈനൽ പാർട്ടിൽ നിന്ന് ഏനൽ റീജിയനിലോട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഏനൽ റീജിയനിൽ നിന്ന് വജൈനൽ പാർട്ടിലേക്ക് നിങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ട് വരരുത്. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഉള്ളത് ഏനൽ റീജിയനിലായിരിക്കും. അപ്പോൾ അവിടെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിനെയൊക്കെ നമ്മൾ തുടച്ചുകൊണ്ട് നമ്മുടെ വജൈനൽ പാർട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് ഇൻഫെക്ഷൻ ആവും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ കുളിക്കുമ്പോഴായാലും കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയാലും അല്ലാതെ നമ്മൾ യൂറിനേഷനൊക്കെ ചെയ്തിട്ടൊക്കെ ആയാലും വാഷ് ചെയ്തതിന് ശേഷം വജൈനൽ പാർട്ടിൽ നിന്ന് ഏനൽ റീജിയനിലോട്ട് വേണം എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മുടെ വജൈനൽ പാർട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൈ നല്ലതായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാതെ വജൈനൽ വാഷ് ചെയ്യുന്നതിന് മുന്നേയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൈ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക കേട്ടോ. കാരണം നമ്മൾ കൈ വെച്ചിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ നമ്മുടെ കയ്യിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫുഡ് വഴി
ഉള്ളിലേക്ക് പോവും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കൈ നിങ്ങൾ എന്ത് ചെയ്യുക, കഴുകണം. അടുത്തതെന്ന് പറയുമ്പോൾ ഹൈജീൻ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. നമ്മുടെ പെൺപിള്ളേർ എപ്പോഴും ഇറിറ്റേറ്റ് ആവുന്ന ഒരു ടൈമാണല്ലേ ഈ പീരീഡ്സിൻ്റെ ടൈം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ്റെ ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ക്ലീൻ ആൻഡ് കംഫർട്ടായിട്ട് ഓർഡർലെസ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഇഷ്ടപ്പെടാറില്ലേ. ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവും. ഓർഡർലെസ് ഒക്കെ ആയിട്ട് എനിക്ക് തന്നെയാണ്, എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ കാണും, ഇഷ്ടപ്പെടാത്തവരെ കാണും. എങ്ങനെയായാലും നിങ്ങളുടെ ഈ മെൻസ്ട്രൽ ടൈമിൽ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ വജൈനൽ പാർട്ട് നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ സാനിറ്ററി പാഡ്സ് ടാമ്പൂൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 4 hours 5 hours ആകുമ്പോൾ നിങ്ങൾ പാഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ പാഡ് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതിലും ഒരുപാട് ബാക്ടീരിയാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒത്തിരി സ്കിൻ ഇറിറ്റേഷൻസും ഇൻഫെക്ഷൻസും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 10 hours ഒക്കെ നമുക്ക് മെൻസ്ട്രൽ കപ്പ് കീപ്പ് ചെയ്യാമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേയും യൂസ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്റ്റെറിലൈസ് ചെയ്തിട്ട് മാത്രമേ അത് എന്ത് ചെയ്യാവുള്ളൂ, യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഒരിക്കലും നിങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാതെ അത് യൂസ് ചെയ്യരുത്. ഒത്തിരി ഇൻഫെക്ഷൻസ് നമുക്ക് ആ ഒരു വജൈനൽ പാർട്ടിലൊക്കെ ഇൻഫെക്ഷൻസ് വന്നാൽ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 6ാമത്തെ എന്ന് പറയുമ്പോൾ ഡു നോട്ട് യൂസ് സോപ്പ്. നമ്മുടെ വജൈനൽ ഏരിയയുടെ pH എന്ന് പറയുന്നത് സോപ്പിനേക്കാളും കുറവാണ്. കൂടാതെ തന്നെ നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് സെൻസിറ്റീവാണ്, കുറച്ചധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് വജൈനൽ പാർട്ട്. അപ്പോൾ നമ്മൾ ഈ സോപ്പൊക്കെ യൂസ് ചെയ്യുന്നത് വഴിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ആവുന്നത് വഴി നമുക്ക് ഈ ഇച്ചിങ്ങും സ്കിൻ ഇറിറ്റേഷനും അത് വഴിയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വജൈനൽ ഏരിയയിൽ മാക്സിമം സോപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തെന്ന് പറയുമ്പോൾ വാഷ് വിത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ വജൈനൽ പാർട്ടിൽ ഇൻഫെക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലാക്റ്റിക് ആസിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വജൈനൽ വാഷസ്, ഇൻറ്റിമേറ്റ് വാഷസ്, ഒത്തിരി ഇൻറ്റിമേറ്റ് വാഷസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഇൻറ്റിമേറ്റ് വാഷസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ pH-നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് അങ്ങനെ pH ബാലൻസ് ആകുമ്പോൾ നമ്മുടെ ഈ ഡ്രൈനെസ്, സ്കിൻ ഇറിറ്റേഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ മാറി. ലാക്റ്റിക് ആസിഡ് കണ്ടന്റ് ഉള്ളത് നോക്കി മേടിച്ച് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഒരു പ്യൂബിക് പാർട്ടിനെ സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. ആ ഒരു സ്കിന്ന് കുറച്ചുകൂടി സ്മൂത്താക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് ഷേവ് യുവർ പ്യൂബിക് ഹെയർ ഓഫൺ. അതായത് നമ്മൾ ഒത്തിരി പേര് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് എല്ലാ ദിവസവും ഹെയർ റിമൂവ് ചെയ്യുന്നവർ കാണും, ഒന്നിരാടം ദിവസങ്ങളിലൊക്കെ ഹെയർ റിമൂവ് ചെയ്യുന്നവർ കാണും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ പ്യൂബിക് ഹെയർ നമ്മുടെ വൾവ ഏരിയയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി എക്സസ് ആയിട്ട് സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്യൂബിക് ഹെയർ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഗ്രോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രിം ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും തട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെയിൻ ആയിരിക്കുമല്ലോ. അപ്പം പ്യൂബിക് ഹെയർ ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ട്രിം ചെയ്ത് മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക കേട്ടോ. അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ചൂസ് റൈറ്റ് ക്ലോത്ത്. അതായത് എയർ ഫ്ലോ കടത്തിവിടുന്ന ക്ലോത്ത്സുകൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വജൈനൽ ഏരിയ മോയ്സ്ചർ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നല്ല വാം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വഴിയിട്ട് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ നല്ല ലൂസ് മീൻസ് എയർ ഫ്ലോ കടത്തിവിടുന്ന രീതിക്കുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഒത്തിരി സ്വെറ്റൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ, ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല സ്വെറ്റായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ബി കെയർഫുൾ വൈൽ യൂസിങ് പബ്ലിക് ബാത്റൂം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് ഈ പബ്ലിക് ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പോർട്ടബിൾ ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻസ് സ്പ്രേസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള സംഭവം ഡിസിൻഫെക്റ്റൻസ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ അവിടെ അതൊക്കെ ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഇൻഫെക്ഷൻ നമുക്ക് ഈ ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് വഴിയിട്ട് വരും കേട്ടോ. ഒത്തിരി റിസ്ക് ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു പബ്ലിക് ടോയ്ലറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു പബ്ലിക് ടോയ്ലറ്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ എത്ര പേരാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ ബാത്റൂം യൂസ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കുഞ്ഞു കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴേ ശ്രദ്ധിച്ചു തുടങ്ങട്ടോ. നമ്മളും കുഞ്ഞിലേന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം അല്ലേ. അപ്പം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ചിൽ ദെൻ ബൈ.